കേന്ദ്ര നിയമനിർമ്മാണ സഭയിലെ മാറ്റങ്ങൾ 1919 പരിഷ്കാരങ്ങൾ കേന്ദ്ര നിയമസഭയിലും സുപ്രധാനമായ മാറ്റങ്ങൾ വരുത്തി. ഇതനുസരിച്ച് കേന്ദ്രത്തിൽ 2 മണ്ഡലമുള്ള നിയമസഭ നിലവിൽ വന്നു. കീഴ്സഭയായ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മൊത്തം 145 അംഗങ്ങളുണ്ടായിരുന്നു. ഇതിൽ 42 പേർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരും അവശേഷിച്ച 103 പേർ തിരഞ്ഞെടുക്കപ്പെടുന്നവരുമാണ്. ഉപരിമണ്ഡലമായ രാജ്യസഭയിൽ 60 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 27 പേർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരും ബാക്കി 33 പേർ തിരഞ്ഞെടുക്കപ്പെടുന്നവരുമാണ്. കീഴ്സഭയുടെ കാലാവധി 3 വർഷവും ഉപരിസഭയുടെ കാലാവധി 5 വർഷവുമായിരുന്നു. കേന്ദ്രസഭയ്ക്ക് വിപുലമായ അധികാരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഗവർണർ ജനറലിൻ്റെയോ അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെയോ മേൽ അതിന് യാതൊരു നിയന്ത്രണവും ഉണ്ടായിരുന്നില്ല. മറ്റു വ്യവസ്ഥകൾ. നിയമം ഭരണവിഷയങ്ങളുടെ പട്ടികയെ 2ആയി തരംതിരിച്ചു. കേന്ദ്ര പട്ടികയും പ്രവിശ്യാ പട്ടികയും. സ്റ്റേറ്റ് സെക്രട്ടറിയുടെയും അദ്ദേഹത്തിൻ്റെ സഹായികളുടെയും ശമ്പളം ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ നൽകും. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ എന്ന പുതിയൊരു പദവി സൃഷ്ടിക്കും. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനായിരിക്കും. കമ്മീഷണറുടെ ശമ്പളം ഇന്ത്യ ഗവൺമെൻറ് നൽകണം. നിയമം പാസാക്കിയതിനു ശേഷം 10 കൊല്ലം കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും ആവശ്യമായ മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും ഒരു കമ്മീഷനെ നിയമിക്കും. 1919 ഇന്ത്യ ഗവൺമെൻറ് നിയമം രാജ്യത്തിൻ്റെ ഭരണഘടനാപരമായ വികാസത്തിലെ ഒരു സുപ്രധാന കാൽവെപ്പായിരുന്നു. ഇന്ത്യയിൽ പാർലമെന്ററി സംവിധാനത്തിന് തുടക്കം കുറിച്ചത് ഈ നിയമമാണ്. പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് ആദ്യമായി കൊണ്ടുവന്നതും ഈ പരിഷ്കാരങ്ങളാണ്. വോട്ടവകാശം വിപുലീകരിച്ചതും നിയമനിർമ്മാണ സഭകളുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ട് എളിയ തോതിലെങ്കിലും ജനായത്ത ഭരണത്തിന് തുടക്കമിടാൻ ഈ നിയമത്തിന് കഴിഞ്ഞു. ഇന്ത്യക്കാരെ ഉത്തരവാദിത്വ ഭരണത്തിൻ്റെ ബാലപാഠങ്ങൾ പരിശീലിപ്പിച്ചതും 1919 പരിഷ്കാരങ്ങൾ തന്നെയാണ്. ചുരുക്കത്തിൽ ഭരണത്തെ ഇന്ത്യവൽക്കരിക്കാനുള്ള പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ചത് ഈ നിയമമായിരുന്നു.